തോമസ് ചാഴികാടൻ്റെ മണ്ഡല പര്യടനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. രാവിലെ കടനാട്ടിൽ നിന്ന് ആരംഭിക്കുന്ന പര്യടനം രാത്രി 8:30 പൈകയിൽ സമാപിക്കും. സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട് ഈ പര്യടനത്തിൻ്റെ വിശദാംശങ്ങളും വിശേഷങ്ങളും ഒക്കെ. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. ഗുഡ് മോർണിംഗ് കാവ്യ അല്ല കേട്ടോ, വിനിഷയാണ്. ഗുഡ് മോർണിംഗ്. ഇടുക്കി മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ മണ്ഡലമാണ് ഇടുക്കി. അപ്പോൾ അവിടെ ഇടുക്കി മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോഴും കോട്ടയം മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ തോമസ് ചാഴികാടൻ LDF സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഏത് രീതിയിലാണ്? കാരണം മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരു പ്രാവശ്യമെങ്കിലും എത്തിച്ചേരുക എന്നത് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. ഒത്തിരി വിസ്താരമുള്ള സ്ഥലത്ത് ഓരോ വോട്ടർമാരെയും കണ്ട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് കടന്ന തോമസ് ചാഴികാടൻ ഈ ടാസ്ക് കൃത്യമായി തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. അടുത്ത ദിവസം നാളെയാണെന്ന് തോന്നുന്നു അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനൊരുങ്ങുന്നത്. അതിൻ്റെ മുന്നോടിയായാണ് ഇന്ന് മണ്ഡല പര്യടനം. ഏത് രീതിയിലാണ് ഈ മണ്ഡല പര്യടനമൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി വലിയ വിസ്തൃതമായിട്ടുള്ള ഒരു മണ്ഡലമാണ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം. ഇത് കോട്ടയം ജില്ലയിൽ മാത്രമല്ല, ഒപ്പം തന്നെ എറണാകുളം ജില്ലയിൽ കൂടി വ്യാപിച്ചു കിടക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ 6 നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം, പുതുപ്പള്ളി, ഏറ്റുമാനൂർ, ഒപ്പം തന്നെ കടുത്തുരുത്തി, വൈക്കം ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ, ഒപ്പം തന്നെ എറണാകുളം ജില്ലയിലെ പിറവം മണ്ഡലം കൂടി ഉൾപ്പെടുന്നതാണ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം. അതുകൊണ്ട് തന്നെ വലിയ വിസ്തൃതമായ ഒരു മണ്ഡലമാണ്. എങ്കിൽ കൂടിയും രാജ്യത്തെ ആദ്യത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഒരു മണ്ഡലം എന്ന പ്രത്യേകത കൂടി കോട്ടയത്തിനുണ്ട്. കോട്ടയത്തെ സിറ്റിംഗ് MP ആയിട്ടുള്ള തോമസ് ചാഴികാടനെയാണ് ആദ്യം പ്രഖ്യാപിച്ചത്. എന്തായാലും തോമസ് ചാഴികാടൻ ആദ്യഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ വാഹന പര്യടന പരിപാടി ഓരോ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുന്നതിന് വേണ്ടിയും അവരുടെ സ്നേഹവായ്പകൾ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നതിനു വേണ്ടിയുമാണ് ഇന്നു മുതൽ പ്രവർത്തനം തുടക്കം കുറിക്കുന്നത്. ഇത് പാലാ മണ്ഡലത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. പാലാ മണ്ഡലത്തിൽ ആ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. പാലാ മണ്ഡലത്തിലെ കടനാട് പഞ്ചായത്തിലുള്ള കൊല്ലപ്പള്ളിയിൽ നിന്നുമാണ് ഈ പര്യടന പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. ആ പര്യടന പരിപാടി ഇവിടെ തുടങ്ങിയിരിക്കുന്നു. മന്ത്രി VN വാസവൻ, സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ ആരംഭിക്കുന്ന പരിപാടി രാത്രി 8:30 മണ്ഡലത്തിലെ പൈകയിലാണ് സമാപിക്കുക. ഇന്നത്തെ ഒരു പര്യടന പരിപാടി കടനാട്, മേലുകാവ്, മൂന്നിരവ്, തലനാട്, തലപ്പുരം, മീനച്ചിൽ, എലുക്കുളം, അതായത് 7 പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയതിനു ശേഷം രാത്രി 8:30 ഈ പര്യടന പരിപാടി പൈകയിൽ, മണ്ഡലത്തിലെ പൈകയിലാണ് സമാപിക്കുക. എന്തായാലും വലിയ ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇപ്പോൾ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. ശക്തമായ രൂപത്തിൽ ഒരു സ്ഥിതി ദേശീയ തലത്തിൽ ജനവികാരം വളർന്നു വരുന്നു. ഒരുപക്ഷെ നമ്മുടെ രാജ്യം കണ്ട ബൊഫോഴ്സ് കുംഭകോണത്തിന് ശേഷം ഏറ്റവും വലിയ അഴിമതിയാണ് ഇപ്പോൾ ഇലക്ട്രൽ ബോർഡിലൂടെ പുറത്തു വന്ന ഞെട്ടിപ്പിക്കുന്ന ഉള്ളടക്കം. രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമാണ് ഇതെല്ലാം പുറത്തു കൊണ്ടുവരാൻ സഹായിച്ച സുപ്രധാനമായ വിധിയുമായി വന്നു. അതേപോലെ തന്നെ ഈ രംഗത്ത് തൃണമൂൽ കോൺഗ്രസും വാങ്ങിയ പണത്തിൻ്റെ ഉള്ളടക്കവും പുറത്തു വന്നിരിക്കും. ഇതിലെല്ലാം അപ്പുറത്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര 170 കോടി രൂപ BJPക്ക് DLF കമ്പനിക്ക് വേണ്ടി നൽകിയതിൻ്റെ ഉള്ളടക്കവും പുറത്തു വന്നിരിക്കും. ഇങ്ങനെ BJP ഗവൺമെൻറ് ഭരണാധികാരം ദുരുപയോഗം ചെയ്ത് കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോർഡിലൂടെ അഴിമതി നടത്തി തെരഞ്ഞെടുപ്പ് ഫണ്ടുണ്ടാക്കി മുന്നോട്ട് വന്ന എല്ലാ കഥകളും പുറത്തു വന്നപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ചില പൂക്കുവഴികൾ സ്വീകരിച്ചത്. അതിലാദ്യം ചെയ്തത് പൗരത്വ ഭേദഗതി നിയമം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാജ്യത്തിൻ്റെ ദേശീയ ഐക്യം തകർത്ത്, മതനിരപേക്ഷത തകർത്ത്, പഠന സംവിധാനത്തെ അട്ടിമറിച്ച് നമ്മുടെ രാജ്യം വിഭാഗീയ വിധ്വംസന ശിഥിലീകരണ വാസനകൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന രൂപത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾ മാറി. അതുകൊണ്ടും തീരാതെ വരുമ്പോഴാണ്
BJPക്കെതിരായി ഉയർന്നു വരുന്ന, കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഉയർന്നു വരുന്ന വലിയ രൂപത്തിലുള്ള ആക്ഷേപങ്ങളെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് കേജ്രിവാളിന്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ആദ്യമായി ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ ഒരു മൊഴിയുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് കൽത്തുടങ്കിലടച്ച സംഭവം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ലോകരാഷ്ട്രങ്ങൾ തന്നെ ഈ സംഭവങ്ങളെ അപലപിക്കുക. ഇന്ത്യയുടെ ഭരണാധികാരികൾ ചെയ്യുന്ന ഈ തരത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങളെ അപലപിക്കാൻ ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വരും. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ്റെ തെരഞ്ഞെടുപ്പ് മണ്ഡല പര്യടനത്തിൽ സഹകരണ മന്ത്രി VN വാസവൻ സംസാരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മണ്ഡല പര്യടനത്തിന് ഇന്ന് വാഹന പര്യടനത്തിന് തുടക്കമാവുകയാണ്. ഇന്ന് രാവിലെ 8:00 ആരംഭിച്ച വാഹന പര്യടനം ഇന്ന് രാത്രി 8:00 വരെ ഉണ്ട് എന്നാണ് സനോജ് സുരേന്ദ്രൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്.